എന്തുകൊണ്ടാണ് മഹല്ല് പള്ളിയിലേക്ക് ഈ ഉസ്താദിനെ സ്വീകരിച്ചാനയിക്കുകയും മഹല്ല് പള്ളിയിൽ വച്ച് തന്നെ ഉസ്താദിന് സ്വീകരണം നൽകുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പറയാതിരിക്കാൻ കഴിയില്ല, അത്രമാത്രം വേദനയും അത്രമാത്രം പ്രയാസവുമാണ് ദഅവത്തിൻ്റെ ദീനി പ്രബോധന വീതിയിൽ ഓരോ മദ്രസ അധ്യാപകനും അനുഭവിക്കുന്നത്. നിങ്ങൾ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കുക. പല മഹല്ലുകളിലും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും ഉസ്താദുമാരെ പുറത്താക്കുന്നതിനുമൊക്കെ വേണ്ടി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പോസ്കോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ വാർത്ത. കൽപ്പിക്കുകയും തിന്മ തടയുകയും ധാർമ്മികമായ ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യുന്നവരോട്, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരോട് സാമൂഹിക വിരുദ്ധർക്ക് ശത്രുതയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ലൂത്ത് നബിയുടെ ജനത പറഞ്ഞ ഒരു വാചകമുണ്ട്, അഖ്രിജൂഹും മിൻ ഖറിയതികും, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ കെട്ടുകെട്ടിക്കുക തന്നെ ചെയ്യും, പുറത്താക്കുക തന്നെ ചെയ്യും. ഇന്നഹും ഉനാസു യതതഹറൂൻ, അവർ വലിയ പരിശുദ്ധന്മാർ വന്നിരിക്കുന്നു എന്ന് കളിയാക്കലായിരുന്നു ലൂത്ത് നബിയുടെ ജനതയുടെ മറുപടി. പലയിടങ്ങളിലും ഉസ്താദുമാർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിച്ചു കഴിയുമ്പോൾ നിരപരാധികളാണ് കുടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും കുടുക്കപ്പെടാനുള്ള കാരണം മറ്റു പലതാണ് എന്നുള്ളതും നമുക്ക് ബോധ്യമാകും. പല സാധുക്കളും പേടിച്ചുകൊണ്ടും പല സാധുക്കളും ആത്മാഭിമാനം ഭയന്നുകൊണ്ടും അതിൻ്റെ പുറകെ പോകാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അതുതന്നെയാണ് പല കമ്മിറ്റിക്കാരും ലാക്കാക്കിയിട്ടുള്ളത്. ചോദിക്കാനോ പറയാനോ ഈ പാവം സാധുക്കളായ ഉസ്താദന്മാർ നിൽക്കുകയില്ല, ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് അടുത്ത വക്കത്തിന് മുമ്പ് ഓടിക്കോളും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം ദുരാരോപണങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും നടക്കുന്നത്. നിങ്ങൾ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കൂ. എത്ര ക്രൂരമായിട്ടാണ്, നീതിരഹിതമായിട്ടാണ് ആ മദ്രസയിലെ ഉസ്താദിനോട് കരുനാഗപ്പള്ളി SHO പെരുമാറിയിട്ടുള്ളത്. ഒരു വ്യക്തി അയാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു പഠിപ്പിക്കുന്ന അധ്യാപകനെയും വിദ്യാർത്ഥിയെയും ചേർത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആ കുട്ടി ഒരുപക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ ആ മാതാപിതാക്കളോടും എന്തെങ്കിലും ദേഷ്യമുള്ള വ്യക്തിയായിരിക്കും. അതല്ല എങ്കിൽ അങ്ങനെ മറ്റൊരാളുടെ കുട്ടിയെക്കുറിച്ച് അനാവശ്യമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുമോ? അപ്പൊ അങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു വ്യക്തി ഒരു കുട്ടിയെക്കുറിച്ച്, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകനെ കുറിച്ച് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആ കുട്ടിയും മാതാവും സ്റ്റേഷനിൽ ഹാജരായിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കുട്ടിയോട് അരുതാത്തതൊന്നും ആ അധ്യാപകൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കള്ളപ്പരാതി തന്ന വ്യക്തിയെ പിടിക്കാനോ അല്ലെങ്കിൽ അയാളെ പിടികൂടാനോ അയാളെ ശിക്ഷിക്കാനോ ശ്രമിക്കുന്നതിന് പകരം ആ മാതാവിനോട് മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ നിങ്ങളെയും കേസിൽ പ്രതിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിരപരാധിയായ ഒരു ഉസ്താദിനെതിരെ കേസെടുക്കുകയാണ്. എത്ര ഗുരുതരമായ തെറ്റാണ് ആ കരുനാഗപ്പള്ളി SHOയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇസ്ലാമിക വിരുദ്ധത കൊണ്ട് ഒരു സമൂഹത്തിന് നേരെ വ്യാജ വാർത്തകളും വെറുപ്പും നിരന്തരം പ്രകടിപ്പിക്കുന്ന വ്യാജ പ്രൊഫൈലുകളും കൃസംഗികളും സംഘികളും യുക്തിവാദികളും ഉൾപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടർ അതിൻ്റെ പരിണിത ഫലം എന്നോണം നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ധാർമ്മികമായ ഒരു സമൂഹത്തെ വളർത്തി വലുതാക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ, പണ്ഡിതർ, അവരെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കരുനാഗപ്പള്ളി SHO ആ ഒരു മുൻവിധി കൊണ്ടാണ്, അതല്ല എങ്കിൽ വർഗീയപരമായ നിലയിലാണ് ഈ ഉസ്താദിനെതിരെ കേസെടുത്തത്. എന്തെല്ലാം സാധനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അർഹമായ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തിൽ നൽകുമാറാകട്ടെ. ആമീൻ. സർവശക്തനായ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ധാരാളം പേർ, സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ആലിമീങ്ങളും അടക്കം ഒരുപാട് പേരുണ്ട്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ 100 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം വേണം ഇങ്ങനെയുള്ള കാര്യം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇത്തഖി ദഅവതൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അന്നു മുതൽ ഇതുവരെയും ആ ജയിലിൽ കിടന്നുകൊണ്ട് ഹൃദയം പൊട്ടി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല ആ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല.